നമസ്കാരം, ഞാൻ ബെനു വർഗീസ്, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ആർക്കിടെക്ചറൽ ഡിസൈൻ കൺസൾട്ടൻറ്റ്. നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. നമ്മൾക്ക് ഒത്തിരിയധികം ഐഡിയാസ് ഉണ്ടാകും. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആർജിച്ച ഒത്തിരിയധികം നല്ല വിവരങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഒത്തിരിയധികം വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഐഡിയാസൊക്കെ കാണും. പക്ഷേ ഇത് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഐഡിയാസൊക്കെ ഏകീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുക എന്നുള്ളത് തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കൺഫ്യൂഷൻ ദൂരീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ ഇന്നിവിടെ ആരംഭിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും സ്വന്തമായിട്ടുള്ള സ്വപ്ന ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ഐഡിയ തരുന്ന നല്ല ഒരു പേജ് അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബ് ചാനലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീട് വിചാരം ബൈ ബെനു വർഗീസ്. സ്വാഗതം എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക്. വീട് വിചാരം ബൈ ബെനു വർഗീസ്. നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ സ്വപ്നഭവനം വേണമെന്നുള്ളത്. അത് സ്വപ്നഭവനം എന്നുള്ളത് ചെറിയതാകാം, വലുതാകാം. ലക്ഷറി ഹോംസ് അല്ലേ, പ്രീമിയം ബഡ്ജറ്റഡ് ഹോംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹോംസ് ഉണ്ട്. നമുക്ക് ലോ ബഡ്ജറ്റായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു ലക്ഷറി ഹോം ആണെങ്കിലും ഒരു ലോ ബഡ്ജറ്റ് ഹോം ആണെങ്കിലും നമുക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ. ആ ഒരു ബഡ്ജറ്റിൽ എങ്ങനെ എൻ്റെ സ്വപ്നഭവനം പൂർത്തീകരിക്കാം? ഈ സ്വപ്നഭവനം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളിതിന് 4 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് ആർക്കിടെക്ചറൽ ഡിസൈൻ, രണ്ടാമത് കൺസ്ട്രക്ഷൻ, മൂന്നാമത് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ, നാലാമത് ലാൻഡ്സ്കേപ്പിംഗ്. ഈ 4 പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഭവനം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഒത്തിരിയധികം നല്ല ആർക്കിടെക്ട്സ്, നല്ല എൻജിനീയേഴ്സൊക്കെ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കും അവരോട് പറയാൻ വേണ്ടിയുള്ള നല്ല ഡിസൈൻ ഐഡിയാസ് നമ്മൾ ആർജിക്കണം. എൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ വേണം, എൻ്റെ ലിവിങ് റൂം ഇങ്ങനെ വേണം, എനിക്കൊരു കോർട്ട്യാർഡ് വേണം, ഇങ്ങനെയൊക്കെയുള്ള പല പല ഐഡിയാസാണ്. ഇതിനെയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ളത് എനിക്ക് നിങ്ങളെ പറഞ്ഞ് സഹായിക്കാൻ സാധിക്കും. നമുക്കൊരു ലാൻഡ് ഇല്ല, നമുക്കൊരു ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഒത്തിരി അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്ത് പോലും എനിക്ക് നിങ്ങളെ എൻ്റെ വീഡിയോസിൽ കൂടി കൺസൾട്ട് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കൺസ്ട്രക്ഷൻ. അതെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു ബേസിക് എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ക്വാളിറ്റി ഉള്ള കൺസ്ട്രക്ഷൻ വേണമെന്നുള്ളതാണ്. ഏത് ബജറ്റിൽ ചെയ്യുമ്പോഴും ക്വാളിറ്റി വേണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും. അതിന് ഏതൊക്കെ രീതിയിലുള്ള ക്വാളിറ്റി മെത്തേഡ്സിൽ കൂടി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി വർക്ക്മാൻഷിപ്പ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ഏതൊക്കെ ഡിസൈൻ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏത് സ്റ്റേജുകളിൽ യൂസ് ചെയ്യണം, എൻ്റെ ഇലക്ട്രിഫിക്കേഷൻ, എൻ്റെ ടൈലിങ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഏതൊക്കെ സ്റ്റേജസിൽ നമ്മൾ ചെയ്തു പോകണം എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ഹൗസ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഓട്ടോമേഷൻ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഹോം ഓട്ടോമേഷൻ ഒക്കെ വളരെ റേറ്റ് കുറച്ച് വളരെ നമ്മുടെ വീടിന് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് വളരെ ചെറിയ എമൗണ്ട് തൊട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കോൺഡ്യൂട്ട് പൈപ്പിങ്, അല്ലെങ്കിൽ വയറിങ്, അല്ലെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർനെറ്റ് വരാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്തു പോയാൽ നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള ആ കോസ്റ്റിനകത്ത് ഫുള്ളി നമുക്ക് കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ നമുക്ക് ഏറ്റവും ശ്രദ്ധാപൂർവവും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ വേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട കാര്യമാണ്. അതിന് ഒരു വീട് പണിയുന്ന വ്യക്തി തീർച്ചയായും ആ കൺസ്ട്രക്ഷനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള ഓരോ സ്റ്റേജസിലുള്ള കാര്യങ്ങളും ഞാൻ വരുന്ന പ്ലേലിസ്റ്റുകളിൽ അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയേഴ്സ് ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് കിട്ടും.
കൺസ്ട്രക്ഷൻ ആ പ്രകാരത്തിൽ തന്നെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ആർക്കിടെക്ചർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ കൊടുക്കുന്ന പെയിൻറ്റുകൾ പോലും നമ്മൾ ഒരിച്ചിരി പോലും മാറ്റം വരുത്താതെ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ നമുക്ക് ചെയ്യണം. ആ ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ എപ്പോൾ ചെയ്ത് തുടങ്ങണം, എങ്ങനെ ചെയ്ത് തുടങ്ങണം? ഇൻറ്റീരിയർ ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബൂമിങ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒത്തിരിയധികം വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്, വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഏതാണ് പുതിയ ട്രെൻഡ്സ് ഇൻ ഇൻറ്റീരിയർ ഇൻഡസ്ട്രി, അത് ഏത് ഡിസൈൻ പാരാമീറ്റർ ഞാൻ പിടിച്ച് പോകണം എന്നുള്ളതൊക്കെ തന്നെ പ്രോപ്പർ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതെങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽ വെച്ച് അത് പ്രോപ്പറായിട്ട് ഞാൻ എൻ്റെ 3D ഡിസൈൻ ചെയ്തതുപോലെ എനിക്ക് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതും എൻ്റെ ബജറ്റിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇൻറ്റീരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് തൊട്ട് വളരെ ഹൈ കോസ്റ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഓരോരോ ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്തൊക്കെ തന്നെ നമ്മുടെ വരും എപ്പിസോഡുകളിൽ എനിക്ക് നിങ്ങളോട് ഇൻറ്റീരിയർ ഡിസൈൻ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട് പണിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. എന്തുകൊണ്ട് ലാൻഡ്സ്കേപ്പിംഗ് എന്നുള്ളത്, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഗ്രാസ് വെക്കുക, കുറച്ച് പെബിൾസ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ സ്റ്റോൺ അല്ലെങ്കിൽ ഇൻ്റർലോക്കിങ് എവിടെയെങ്കിലും കുറച്ച് ഇടുക, അല്ലെങ്കിൽ എൻ്റെ ബൗണ്ടറി വാളിൻ്റെ ഡിസൈന് ഇങ്ങനെ ചെയ്യുക, ഗേറ്റിൻ്റെ കുറച്ച് ഡിസൈന് എവിടെയെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ അപ് ടു മാർക്കറ്റ് ഡിസൈനായിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒരു വീടിന് ഏറ്റവും നല്ല രീതിയിൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ആർക്കിടെക്ചറൽ ഡിസൈന്, നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തു വരുമ്പോൾ നമ്മുടെ സ്വപ്ന ഭവനം എന്നുള്ള ആ കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയായി. ഒരാൾക്ക് ഒരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ A to Z കാര്യങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ 15 വർഷത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ ചാനൽ അല്ലെങ്കിൽ ഈ പേജ് ഞാനിവിടെ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നമ്മളൊരു റെൻറ്റിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഒരു ലാൻഡിൻ്റെ ഓണറെ സംബന്ധിച്ച് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേജാണ്. അല്ലെങ്കിൽ ഒരു ലാൻഡുണ്ട്, എനിക്കൊരു റോഡ് സൈഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല ഒരു ലാൻഡുണ്ട്, അവിടെ എന്ത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പണിയണം, നമ്മുടെ നിയമപ്രകാരമുള്ള ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പണിയണം, എനിക്ക് എന്താ പറയുക ഒരു ഷോറൂമിനാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ട് ഒരു 2 നില മതിയോ അതോ ഒരു 5 നില ബിൽഡിങ് പണിയണോ, ഇനി ഈ ബിൽഡിങ് പണിയുമ്പോൾ തന്നെ ഇത് ഷട്ടേഴ്സൊക്കെ ഇട്ട് സെപ്പറേറ്റ് ഓരോരോ കടമുറികളായിട്ട് നമുക്ക് കൊടുക്കണം, അതോ ഒരു ഷോറൂം മോഡൽ പണിയണം, ഇനി ഏത് ടൈപ്പ് ബിൽഡിംഗ് പണിയണം, ഒരു പ്രോപ്പർ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് പണിയണോ അതോ ഒരു സ്റ്റീൽ ബിൽഡിംഗ് പണിയണം, ഇതൊരു ഗ്യാരേജ് ഫെസിലിറ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഏത് ബിൽഡിംഗ് ടൈപ്പ് നമ്മൾ പണിയണം, ഒരു റെസ്റ്റോറൻറ്റിനാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇനി അതുമല്ല എനിക്കൊരു 3 സ്റ്റാർ ഹോട്ടൽ പ്രോപ്പർട്ടിക്ക് ഒരു എൻക്വയറി ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒത്തിരി അധികം വേരിയേഷൻസ് ഉള്ളൊരു ഫീൽഡാണ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. തീർച്ചയായും അതിനെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് ബഡ്ജറ്റ്സ് ഉണ്ട് അല്ലേ. നമുക്കൊരു സ്റ്റാൻഡേർഡ് ബഡ്ജറ്റുണ്ട്, നമുക്കൊരു ലോ ബഡ്ജറ്റുണ്ട്, ഇനിയിപ്പം പ്രീമിയം ഹോംസ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട് എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അപ്പം ലോ ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ക്വാളിറ്റിയിൽ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ സാധിക്കും, അല്ലെ ഒരു സ്റ്റാൻഡേർഡ് വീട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും. എനിക്കൊരു 2000 തൊട്ട് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നല്ല സ്റ്റാൻഡേർഡ് വീട് എനിക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പറ്റും, എൻ്റെ സ്ക്വയർ ഫീറ്റിൽ എങ്ങനെ നിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രീമിയം വീട് നമുക്ക് ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള നല്ല
പ്രീമിയം പ്രൊഡക്ട്സ്, ലക്ഷറി പ്രൊഡക്ട്സ് എനിക്ക് ചെയ്യണം, അങ്ങനെ എനിക്കൊരു വീട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് തന്നെ ഓരോ ഡിസൈൻ പാരാമീറ്റേഴ്സും നമ്മൾ ഈ ചാനലിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസസ് ഏറ്റവും പ്രോപ്പറായിട്ട് നിങ്ങളിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടും ഒക്കെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്യാം. തീർച്ചയായും വീട് വിചാരം ബൈ ബിനു വർഗീസ് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. താങ്ക് യു.